എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ക്ലാസ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് അറിയാം. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നമ്മൾ ലാപ്ടോപ്പിന്റെ ക്ലാസ്സുകളൊക്കെയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പുതിയ ലാപ്ടോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കൊന്നും അറിയത്തില്ല എങ്കിൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ക്ലാസ്സുകളാണ് ഇപ്പൊ കുറെ ദിവസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 ക്ലാസ്. അപ്പൊ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് നോക്കിയിട്ടാണ് നമ്മളിപ്പോ ആ ഒരു ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഇപ്പം ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും നമ്മളുടെ ഈ ക്ലാസ്സുകൾ ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പൊ ക്ലാസ്സുകൾ ഒന്ന് കയറി കണ്ടു നോക്കണം. കണ്ടു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഇന്നും നമ്മൾ അതിന്റെ ബാക്കി ക്ലാസ് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഡയറക്റ്റ് കാണുന്നവരാണെങ്കിൽ നമ്മളുടെ ചാനലിൽ കയറിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ് കൂടെ ഒന്ന് കാണണം. അപ്പോഴേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ബാക്കിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പം വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് എന്താന്ന് വെച്ചാല് നമ്മള് ഇന്നലത്തെ ക്ലാസ്സിൽ ഈ ഒരു ഡെസ്ക്ടോപ്പിലെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അതായത് എന്താണ് ഡെസ്ക്ടോപ്പ്, അതുപോലെ തന്നെ ഈ കാണുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സ് എന്താണ്, അതുപോലെ തന്നെ ഈ താഴത്തെ ടാസ്ക് ബാർ, ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ് തീർത്തായിരുന്നു. അപ്പൊ ആരെങ്കിലും ആ ക്ലാസ് കാണാനുണ്ടെങ്കിൽ വേഗം പോയി നമ്മളുടെ പഴയ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് വേണം ഈ ഒരു ക്ലാസ് കൂടെ കാണാനായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഡെസ്ക്ടോപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതെന്നാണ്. അപ്പൊ ഡെസ്ക്ടോപ്പ് എന്ന് പറയുമ്പം എല്ലാവരുടെയും മനസ്സിൽ വരണം, നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ, അതായത് കമ്പ്യൂട്ടർ ഓൺ ആയി വരുമ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീനാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പില് നമ്മുടെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ നമുക്ക് ഇഷ്ടമുള്ള പടങ്ങൾ ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വാൾപേപ്പർ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഡെസ്ക്ടോപ്പില് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഡെസ്ക്ടോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരണം നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീനാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓപ്പണിംഗ് സ്ക്രീൻ, ഇതിന്റെ പേരാണ് ഡെസ്ക്ടോപ്പ്. അപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഡെസ്ക്ടോപ്പിന്റെ എവിടെങ്കിലും ഇന്ന സ്ഥലത്ത് വെക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പൊ ഇതിന്റെ എവിടെങ്കിലും മൗസ് ഇങ്ങനെ ഒന്ന് വെക്കുക. എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം നമുക്ക് ചെയ്യേണ്ട കാര്യം ഈ ഒരു ഡെസ്ക്ടോപ്പിന് ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കൊടുക്കുക എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല, ഒരു കാര്യവും ഇല്ല. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവിടെ കാണാനില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് വരണമെങ്കിൽ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം പറഞ്ഞ കാര്യം സിമ്പിൾ ആണ്. ഡെസ്ക്ടോപ്പ് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഡയറക്റ്റ് കാണുന്നവർ വിചാരിക്കും നമ്മൾ പറയുന്നത് ലാപ്ടോപ്പിന്റെ ക്ലാസ് ആണല്ലോ, അപ്പൊ പിന്നെ എന്താണ് അവിടെ മൗസിന്റെ കാര്യം പറയുന്നത്, ലാപ്ടോപ്പിൽ മൗസ് ഇല്ലല്ലോ എന്ന് ചിന്തിക്കും. അപ്പൊ നമ്മൾ എന്നും പറയുന്ന കാര്യമാണ്, നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു മൗസ് കൂടെ വാങ്ങിച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അതായത് ഈ ഒരു ടച്ച് പാഡ് ഉപയോഗിക്കുന്നതിലും കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം, നമുക്ക് ഏതാണ് കംഫർട്ട്. ഇപ്പൊ നമുക്ക് ടച്ച് പാഡാണ് ഉപയോഗിക്കാൻ എളുപ്പമെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ മറ്റൊരാൾ പറഞ്ഞു തരുന്ന കാര്യം ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഏതാണ് യൂസ് ചെയ്യാൻ എളുപ്പം ഞാൻ അത് ഫോളോ ചെയ്യുക, അതാണ്. ഇപ്പൊ നമുക്ക് മൗസ് ആണ് എളുപ്പമെങ്കിൽ മൗസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡ് യൂസ് ചെയ്യുക. അപ്പം ഞാനിപ്പോ പറയുന്നത് മൗസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ടച്ച് പാഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ക്ലിക്കിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ടച്ച് പാഡിന്റെ താഴെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു ബട്ടൺ പോലെ കാണും. ബട്ടൺ അല്ല, ഒരു എന്താ പറയാ, ഒരു ബോക്സ് പോലെ നമുക്ക് ഇങ്ങനെ കാണാം. അപ്പൊ ആ റൈറ്റ് സൈഡിലുള്ള അതിലൊന്ന് ഇങ്ങനെയൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഓപ്ഷൻ വരും. ഇനി നമ്മുടെ ടച്ച് പാഡ് പ്ലെയിൻ ആണെങ്കിൽ നമ്മുടെ ടച്ച് പാഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കാണുന്ന പോലെ ഒരു ഒറ്റ ഒരു സ്പേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ
നമ്മൾ ഇതിലിപ്പോ റൈറ്റ് ക്ലിക്കിന് വേണ്ടി ചെയ്യേണ്ട കാര്യം ഇതിന്റെ ഈ താഴത്തെ, അതായത് ഇതിന്റെ ഈ താഴത്തെ പോർഷനില് ഇവിടെ വലതുവശത്ത് ഈ താഴെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്കല്ല, നമ്മൾ കൈ കൊണ്ടൊന്ന് ടച്ച് ചെയ്യുക. ഇനി നമുക്ക് ഇതാണ് നിങ്ങളുടെ ചിലരുടെ ലാപ്ടോപ്പിൽ ഇതാണ് ടച്ച് പാഡെങ്കിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇതിലൊന്ന് ടച്ച് ചെയ്താൽ മതിയാകും. അപ്പം നമ്മുടെ ലാപ്ടോപ്പ് ഇപ്പം ഇതാണ് ടച്ച് പാഡ്. അപ്പൊ ഇതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഈ താഴത്തെ എഡ്ജില് നമുക്ക് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഈ താഴത്തെ വശത്ത്, അതായത് വലത്തുവശത്ത് ഏറ്റവും താഴെയായിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് വലത്തുവശത്തോട് നമ്മൾ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ റൈറ്റ് ക്ലിക്ക് വരും. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിന്റെ ലെഫ്റ്റ് വശത്ത് താഴെ പോയി നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഓപ്ഷൻ വരത്തില്ല. റൈറ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് വശത്ത്, അതായത് വലത്തുവശത്ത് നമ്മൾ പോയി ഒന്ന് താഴത്തെ വശത്തൊന്ന് പ്രസ് ചെയ്യുക. അതായത് ടച്ച് പാഡിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഓപ്ഷൻ വരും. മൗസ് ആണെങ്കിൽ മൗസിന്റെ റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഒന്ന് സൂക്ഷിച്ചൊന്ന് വായിച്ചു നോക്കുക. നോക്കിക്കഴിയുമ്പം നമുക്ക് ഇതിനകത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ പേഴ്സണലൈസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. പേഴ്സണലൈസ്. അപ്പം ഈ പേഴ്സണലൈസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ മൗസ് കൊണ്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ടച്ച് പാഡ് നമ്മളിങ്ങനെ ഫിംഗർ മൂവ് ചെയ്ത് ഈ മൗസ് പോയിന്റർ ഇവിടെ വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ലെങ്ത് ഉണ്ട്, ഇതിന് ഇത്രയും നീളമുണ്ട് ഈ പേഴ്സണലൈസ് എന്ന് പറയുന്നത്. അപ്പം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഈ പേഴ്സണലൈസ് എന്ന് പറയുന്ന ഇത്രയും ലെങ്ത് ഉള്ള ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക, അല്ലെങ്കിൽ ടച്ച് പാഡ് കൊണ്ട് ഇങ്ങനെ വെക്കുക. അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ പേഴ്സണലൈസിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആയി ഒരു പേജായിട്ട് നമുക്ക് ഇങ്ങനെ വരും. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്ന് പേഴ്സണലൈസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോ വളരെ കുറച്ച് സമയം മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ ഒന്നും അറിയാത്തവരോട് നമ്മളിങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്നും പേഴ്സണലൈസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്കറിയത്തില്ല റൈറ്റ് ക്ലിക്ക് എവിടെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പൊ തുടക്കക്കാരെ സംബന്ധിച്ച് അവർക്ക് എളുപ്പം തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഈ ഒരു പേഴ്സണലൈസ് എടുത്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനെയാണ് പേജ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ പേജ് കാണും. അപ്പൊ ഇതിലൊന്ന് നോക്കുക, സൂക്ഷിച്ചൊന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഈ കാണുന്ന ഇതാണ്. അപ്പം ഇവിടെ തന്നെ നമുക്കൊരു 6 കളർ തീം നമുക്കിവിടെ കാണാം. അപ്പൊ ഈ കാണുന്ന 6 തീമിൽ ഏതേലും നമുക്ക് വേണമെങ്കിൽ ഈ കാണുന്ന ഈ പിക്ചറിലോട്ട് ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വലിയൊരു പിക്ചറായിട്ട് ഇവിടെ ഇങ്ങനെ കാണാം. ഇനിയിപ്പൊ ഞാൻ നിങ്ങളെ സ്ക്രീൻ ഒന്ന് കാണിക്കാം. നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പൊ ഞാൻ അടുത്ത 3ാമത്തെ പിക്ചർ ഒന്ന് സെലക്ട് ചെയ്തു. നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു തീം കാണാൻ പറ്റും. അതായത് ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമ്മുടെ ഡെസ്ക്ടോപ്പ് എന്നാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം, ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ കാണുന്ന 6 തീമിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. അപ്പൊ ഒന്നും ചെയ്തില്ല, സിമ്പിൾ ആണ്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഈ 6 തീമിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതിലോട്ട് ഇങ്ങനെ അതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ചേഞ്ചസ് ഇവിടെ വരും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇതിനകത്തുള്ള ഈ 6 തീമില് ഏതെങ്കിലും ഒരെണ്ണം എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ്. ഇനി ഇപ്പൊ പറയാൻ പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ നമുക്ക് എങ്ങനെയാക്കാമെന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം നമ്മൾ നോക്കുക, ഇതിന്റെ താഴോട്ടുള്ള ഓപ്ഷനിൽ എവിടെയെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന്. ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഫസ്റ്റ് വൺ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റം മാറുന്ന അനുസരിച്ച് ചിലപ്പോൾ അതിന്റെ പൊസിഷൻ മാറാം, താഴോട്ടൊക്കെ വന്നെന്നിരിക്കാം. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുക, നമുക്കതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ സെലക്ട് ചെയ്യാനായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി, ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും. അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഇതിന്റെ എവിടെങ്കിലും ഒന്ന് വെക്കുക. അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തെ ഒരു പേജ് ഇങ്ങനെ തൊട്ട് താഴെയായിട്ട് കാണാൻ പറ്റും.
അപ്പൊ ഇതിനകത്ത് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാല് ചൂസ് എ ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ചൂസ് എ ഫോട്ടോ. അപ്പൊ അതിന്റെ നേരെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ബ്രൗസ് ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതായത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് കിടക്കുന്ന ഒരു പിക്ചറിനെ നമ്മൾ ഇങ്ങോട്ട് ബ്രൗസ് ചെയ്ത് കൊണ്ടുവരുവാണ്. അപ്പൊ അതിനുവേണ്ടി സെലക്ട് ചെയ്യണം. ഈ ബ്രൗസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പൊ എല്ലാ കാര്യവും നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ക്ലിക്ക് ആണ്. അല്ലെങ്കിൽ ടച്ച് പാഡ് ആണെങ്കിൽ ഒരു തവണയൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുന്ന ഉടനെ ഇങ്ങനെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരും. അതായത് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഫോൾഡറുകളും ഡ്രൈവുകളും ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നമ്മുടെ പിക്ചർ എവിടെയാണോ കിടക്കുന്നത് അവിടുന്ന് നമുക്ക് ആ പിക്ചറിനെ ചൂസ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ ഡെസ്ക്ടോപ്പിലാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ സൈഡിൽ കാണുന്ന ഡെസ്ക്ടോപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡെസ്ക്ടോപ്പിലുള്ള ഫയലുകളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ എന്നിട്ട് ഇങ്ങനെ നോക്കുക, നമുക്ക് ആവശ്യമുള്ള പിക്ചർ ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ നമുക്ക് ഇതിനകത്തെ ഈ ഒരു പിക്ചറാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചൂസ് പിക്ചർ എന്നുള്ളത് കൊടുക്കുക. അപ്പൊ ചൂസ് പിക്ചർ എന്നുള്ളത് കൊടുത്തപ്പോ തന്നെ ഇവിടെ ആ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നേക്കുന്നത്. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ ബ്രൗസ് ഫോട്ടോസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് നമ്മുടെ ഫോട്ടോസ് എവിടാണോ കിടക്കുന്നത്, ഗാലറി ആണെങ്കിൽ ഗാലറി, ഡ്രൈവ് ആണെങ്കിൽ ഡ്രൈവ്, ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പ്. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ ഒന്ന് ചൂസ് ചെയ്തു. അതിനുശേഷം ചൂസ് പിക്ചർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞപ്പം നമുക്ക് ഇങ്ങനെ ആ ഒരു ചേഞ്ചസ് അവിടെ വരും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പം വളരെ എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. ഒന്നുകൂടെ ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ, ഈ തീം അല്ലാതെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഇഷ്ടമുള്ള പിക്ചർ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിലോട്ട് മൗസ് വെക്കുക. ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ബ്രൗസ് ഫോട്ടോസ്, അതായത് ചൂസ് എ ഫോട്ടോ എന്ന് പറയുന്നതിന്റെ സൈഡിൽ ബ്രൗസ് ഫോട്ടോസ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പൊ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ അതായത് കമ്പ്യൂട്ടറിനകത്തെ ഫോൾഡറുകളിൽ എവിടാണോ നമുക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫോട്ടോ അത് ആ ഒരു ഫോൾഡർ, ഇപ്പൊ പിക്ചേഴ്സ് ആണെങ്കിൽ പിക്ചേഴ്സ് ചൂസ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് ഏത് പിക്ചറാന്ന് വെച്ചാൽ ആ പിക്ചറിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ പിക്ചറിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. ദെൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ സെലക്ട് ചെയ്യാനായിട്ട് ചൂസ് പിക്ചർ എന്നുള്ളത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ചേഞ്ചസ് കാണാം. നമ്മൾ ചൂസ് ചെയ്ത പിക്ചർ ഇവിടെ വരുന്നതായിട്ട് കാണാം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് പിക്ചർ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യം നമുക്ക് ഒന്നുകൂടെ പെട്ടെന്നൊന്ന് നോക്കാം, ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ. അപ്പൊ ഞാൻ വളരെ എന്താ പറയാ എളുപ്പത്തിൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഡെസ്ക്ടോപ്പിന്റെ എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും പേഴ്സണലൈസ് എടുക്കുക. പേഴ്സണലൈസിൽ നിന്നും ഈ തന്നിരിക്കുന്ന തീമിൽ ഏതേലും നമുക്ക് ആക്കണമെങ്കിൽ അതിലൊന്ന് ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അതനുസരിച്ച് അവിടെ ചേഞ്ചസ് വരും. ഇനി അതല്ല, നമ്മുടെ സിസ്റ്റത്തിലുള്ള നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ആക്കണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ നിന്നും ചൂസ് ഫോട്ടോ എന്ന് പറയുന്നതിന്റെ സൈഡിലുള്ള ബ്രൗസ് ഫോട്ടോ എന്ന് പറയുന്നത് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫോട്ടോ ഏത് ഫോൾഡറിലാന്ന് വെച്ചാൽ ആ ഫോൾഡർ ഇങ്ങനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ചുള്ള ഫയൽസ് ഒക്കെ ഈ സൈഡിൽ കാണാം. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഫയൽസ് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, ചൂസ് പിക്ചർ കൊടുക്കുക. അപ്പൊ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള പിക്ചറൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളെല്ലാം കൃത്യമായി കണ്ടതിന് ശേഷം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്തു നോക്കണം. തീർച്ചയായിട്ടും എളുപ്പം തന്നെ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്ലാസ്സുകളൊക്കെ ആവർത്തിച്ച് 2-3 തവണ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾക്കത് എളുപ്പമായോ, നിങ്ങൾക്കത് മനസ്സിലായി എന്നൂടെ പറയുക. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല. നാളെ അപ്പൊ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.